ഇപ്പോൾ ബോച്ചയ്ക്ക് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ജാമ്യം കിട്ടിയേക്കാം. ഇപ്പോൾ തന്നെ ബോച്ചയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് നവമാധ്യമ കൂട്ടായ്മകൾ രൂപം കൊണ്ടു കഴിഞ്ഞു. അദ്ദേഹവുമായി വന്ന വാഹനം വരുമ്പോൾ തന്നെ കൈവീശി കാണിക്കുന്ന ആളുകളെ തിരിച്ച് കൈവീശി കാണിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ബോബി ചെമ്മണ്ണൂരിന് എൻ്റെ ജയിൽ അനുഭവങ്ങൾ, ജയിലിൽ ഞാൻ അങ്ങനെ ചെയ്തു, എൻ്റെ ഹീറോയിസം ഇതായിരുന്നു എന്ന് പറഞ്ഞ് നാളെ ഒരു നവമാധ്യമ വീഡിയോ ഇറക്കാനുള്ള ഒരു കണ്ടന്റ് കിട്ടിയെന്ന് തോന്നുന്നു. അതിനുള്ള എല്ലാ സ്കോപ്പും ഞാൻ കാണുന്നുണ്ട്. ഇതിനെ ഒരു വീരപുരുഷ പരിവേഷത്തിൽ മാറ്റിയെടുത്തുകൊണ്ട് ഇതിനെ ആഘോഷിക്കുന്ന ഒരു ഗ്രൂപ്പ്, ഇത് എനിക്ക് ഏകദേശം ഉറപ്പാണ്. നേരത്തെ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ച അതേ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് ബസ്സിൽ അശ്ലീലം കാണിച്ച വ്യക്തിക്ക് ഹാരമിട്ട് സ്വീകരിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ് ബോച്ചയും അതേപോലെ തന്നെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മൾ ഒരു ഡിസ്കണക്ട് ഫീൽ ചെയ്യുന്ന ഏത് ഗ്രൂപ്പാണ് ഇങ്ങനെയുള്ള വഷളന്മാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെർവേർട്സിനെ, അവരെ പെർവേർട്സിനും തന്നെയാണ് വിളിക്കേണ്ടത്. ഏത് ഗ്രൂപ്പാണ് ഇവരെ പ്രകീർത്തിക്കുന്നതെന്ന് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഒരു ഡിസ്കണക്റ്റ് ഉള്ള, ഇപ്പൊ സാമൂഹിക മാറ്റങ്ങൾ സംഭവിക്കുകയാണ്, ഒരുപാട് പ്രോഗ്രസീവ്നെസ് നമ്മുടെ ചിന്തകളിലേക്കും നമ്മുടെ സൊസൈറ്റിയിലേക്കും ഒക്കെ വരികയാണ്. അപ്പൊ അതിനോട് യോജിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു പറ്റം മനുഷ്യരാണ് പലപ്പോഴും അവരെ ചരിത്രം വിസ്മൃതിയിലാക്കുമെന്ന് മാത്രമല്ല, അവരെല്ലാം പെർവേർട്സ് ആയിട്ട് തന്നെ മനുഷ്യന്മാർ കാണുകയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നത് ബോച്ചയെ അനുകൂലിച്ച് കമന്റ് ഇടുന്ന ഓരോ മനുഷ്യരും റേപ്പ് അനുകൂലികൾ തന്നെയാണ്, പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ തന്നെയാണെന്ന് 100% വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മളിപ്പോൾ ഇപ്പൊ വർഷങ്ങളായിട്ട് ഫെമിനിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, റേപ്പ് പിറമിഡ് എന്ന് പറയുന്ന കാര്യം തുടങ്ങുന്നത് ഈവ് ടീസിങ്ങിലൂടെയാണ്, അശ്ലീല ചൊവ്വയുള്ള കമന്റുകൾ വഴിയാണ്, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വഴിയാണ്. ഇതൊരു വഴി തുറക്കണം, ഇതൊരു ഒരു ഗേറ്റ് വേ ഡ്രഗ് പോലെയാണ്. ഇത് തുറന്നിടുന്ന മാർഗമാണ് അവസാനം റേപ്പിൽ ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഓരോ അശ്ലീല കമന്റ് ഇടുന്നവരും അതുപോലെ തന്നെ അതിനെ പ്രകീർത്തിക്കുന്നവരും അങ്ങനെ പെർവേർട്ട്ഷിപ്പിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്നതിന് എംബ്ലമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ബോച്ചയെ പോലെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന, അത് ഈ പാനൽ ഡിസ്കസന്റ് ആണെങ്കിലും ശരി, ഇനി സാമൂഹ്യ മാധ്യമങ്ങളിൽ കമന്റ് ഇടുന്നവരാണെങ്കിലും ശരി, ഇവരെ എല്ലാവരെയും നമ്മൾ സൂക്ഷിച്ച് ഇവരുടെ ഒരു രജിസ്റ്റർ കേരള പോലീസ് കീപ്പ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതൊരു ഒഫൻഡേഴ്സിന്റെ ലിസ്റ്റായിട്ട് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിത് ഡയൽ ബാക്ക് ചെയ്യേണ്ടത് ഹണി റോസിലേക്ക് തന്നെയാണ്. കാരണം ഇതൊരു സ്ത്രീയുടെ പോരാട്ടം ആണ്. അവളുടെ അതിജീവനത്തിന്റെ 2 വർഷത്തോളം അവൾ സ്റ്റോക്ക്ഡ് ആയതിന്റെ, അവർ ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് അനുഭവിച്ച ട്രോമയ്ക്ക് എതിരെയുള്ള ഒരു പോരാട്ടമാണ്. അതൊരു സോഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. അതിന് കാണിച്ച ധീരതയോടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതിന് പകരമായിട്ട് മറ്റൊരു സ്ത്രീയുടെ പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പലപ്പോഴും പേട്രിയാർക്കി യൂസ് ചെയ്യുന്ന ഒരു തന്ത്രമാണ്, ഒരു സ്ത്രീക്കെതിരെ മറ്റ് സ്ത്രീ പറഞ്ഞ് എന്തെങ്കിലും യൂസ് ചെയ്യുക. ചിലപ്പോൾ ഒരു 10 പുരുഷന്മാരുണ്ടായിരിക്കും അതേ പറയുന്നത്, ഒരു സ്ത്രീയെ കാണുള്ളൂ, എന്നാൽ ഫോക്കസ് എപ്പോഴും ആ സ്ത്രീയിലേക്ക് കൊണ്ടുവരികയും ആ സ്ത്രീയെ മറ്റൊരു ചെന്നായി കൂട്ടത്തിന് വലിച്ചിട്ട് കൊടുക്കുകയുമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ആ പ്രവണതയിൽ നിന്ന് നമ്മൾ മാറി നിന്നേ മതിയാകുള്ളൂ. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ഈ നടിയുടെ, നമ്മൾ രാഹുൽ ഈശ്വർ വായിച്ച് കേൾപ്പിച്ച ആ നടിയുടെ പ്രൊഫൈലിൽ ഇനി പോയി ചീത്ത വിളിക്കുന്ന ഒരുപാട് പേരെ കാണും. അപ്പൊ 2 സ്ഥലത്തും നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധത തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ സ്ത്രീക്കെതിരെ സ്ത്രീ എന്നുള്ള ഒരു ലോജിക്കിൽ നിന്ന് തന്നെ നമ്മൾ മാറി നിൽക്കേണ്ട വലിയ, തീർച്ചയായും എന്തായാലും ഹണി റോസ് എന്ന അഭിനേത്രി നടത്തിയ ഒരു വലിയ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അത് സമൂഹത്തിലൊരു മാറ്റമുണ്ടാവുന്ന വിധത്തിൽ ശക്തമായ സർക്കാർ നടപടികളിലൂടെ മാറ്റമുണ്ടാവുന്നതിൽ പരിണമിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.